ദൈവത്തിന് സ്തോത്രം. വേണ്ടിവരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം ഈ വൈകിയ വേളയിൽ സർവശക്തനോടൊപ്പമായിരിക്കുവാൻ വിലയേറിയ നല്ല അവസരത്തെ ഒരുക്കി തന്ന നല്ല കർത്താവിനെ ഒരുമിച്ച് മടികൂടാതെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ വൈകിയ വേളയിലും അവൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, അവനോട് ചേർന്നായിരിക്കുവാൻ, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ കാണുവാൻ, അടയാളങ്ങളായി നമ്മൾ മാറുവാൻ, ദേശത്തിന് മധ്യത്തിൽ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ നല്ല വൈകിയ വേളയിലും ഒരുമിച്ച് ആധരങ്ങളെ തുറന്ന് നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ സന്തോഷം തിരിച്ചറിയുന്നവർ ഈ വൈകുന്നേരത്തെ സന്തോഷം, അത് ഇന്ന് വരെ അനുഭവിക്കുവാൻ കഴിയാത്തൊരു സന്തോഷം, ആൾക്കൂട്ടത്തിൽ ഉപരിയായി ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ആ സന്തോഷം അനുഭവിക്കുന്നു. ആ സന്തോഷം എന്നെ നടത്തും, ആ സന്തോഷം എന്നെ പുലർത്തും, ആ സന്തോഷം എന്നെ നിലനിർത്തുമെന്ന് തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി യേശുവിൻ നാമത്തിൽ സ്വർഗത്തിൽ ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും ഉച്ചത്തിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സറാബുകൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തെ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ ഈ പകലിലും ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. യഹോവ റഫ, ഇന്ന് പകലിലും സൗഖ്യമാക്കുന്ന ദൈവമായി നമുക്ക് മുൻപിലുള്ള കൃപയ്ക്കായി അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നല്ലിടയനായി നമ്മുടെ മധ്യത്തിൽ അവനുള്ള കൃപയ്ക്കായി ഈ പകലിലും സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ കണ്ണുനീരിന് ആർത്തി വരുത്തുവാൻ ഇന്ന് അവൻ നമുക്ക് മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുള്ള കൃപയ്ക്കായി ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ചില അനുഭവങ്ങൾക്ക് ഭൂമി പിളർന്നു താഴ്ന്നു പോയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നീ ആഗ്രഹിച്ചായിരിക്കുന്ന ചില അനുഭവങ്ങൾക്ക് അറുതി വരുത്തുവാൻ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം വാഗ്ദത്തം ചെയ്തവൻ, വാക്ക് മാറാത്തവൻ ഇന്ന് ഈ മധ്യാഹ്നം നമ്മുടെ മധ്യ ഇറങ്ങി വന്നു എന്ന് തിരിച്ചറിയുന്നവർ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ സ്തുതി കുറയരുത്, സ്തോത്രം കുറയരുത്, ആരാധന കുറയരുത്. കാരണം അളവ് കൂടാതെ, അളവ് കുറയാതെ നിന്നെ അനുഗ്രഹിക്കുന്ന, അളവ് കുറയാതെ നിന്നെ മാനിക്കുന്ന, അളവ് കുറയാതെ നിന്നെ ശ്രേഷ്ഠനാക്കി മാറ്റുന്ന ഒരു ദൈവം, മഹത്വത്തിൻ രാജാവ്, കർത്താതി കർത്താവ്, ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ഇന്ന് ഈ വൈകിയ വേളയിൽ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ നല്ല കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവ യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് കരങ്ങളെ തട്ടി വായ്കളെ തുറന്ന് അന്യഭാഷകളിൽ ഇന്ന് പകലിൽ ചിലർ ദൈവത്തോട് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയ പുതിയൊരു ഭാഷ നിന്റെ നാവിന്മേൽ യേശുവിൻ നാമത്തിൽ ഒരു കുഞ്ഞ് അവന്റെ അപ്പനോട് സംസാരിക്കുന്നത് പോലെ, ഒരു കുഞ്ഞ് അവന്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ചിലർ ഇന്ന് ആന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയ, ആന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി തുടങ്ങിയ, നീ ചോദിച്ചത് തിരിച്ചറിഞ്ഞ്, നീ ദൈവത്തോട് ചോദിച്ചത് തിരിച്ചറിഞ്ഞ്, നിന്റെ പ്രാർത്ഥനകൾക്ക് തടസ്സം നിൽക്കുന്ന പന്ന പിശാചിന് തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ, അപ്പന് മനസ്സിലാകും വിധത്തിൽ, അപ്പന് മനസ്സിലാകും വിധത്തിൽ, അപ്പനും അമ്മയ്ക്ക് മാത്രം മനസ്സിലാകും വിധത്തിൽ ഒരു കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ, സഹോദരി, നിന്റെ ഹൃദയത്തിലെ വേദന മനസ്സിലാക്കുവാൻ ലോകത്തിലൊരു മനുഷ്യന് കഴിയത്തില്ലായിരിക്കാം, ബന്ധുക്കൾക്ക് കഴിയത്തില്ലായിരിക്കാം, ചാർച്ചക്കാർക്ക് കഴിയത്തില്ലായിരിക്കാം, നിന്റെ മക്കൾക്ക് കഴിയത്തില്ലായിരിക്കാം. സഹോദര, നീ ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുവാൻ നിനക്കൊപ്പമുള്ളവർക്ക് കഴിയത്തില്ലായിരിക്കാം. എന്നാൽ കേൾക്ക്, ഒരപ്പനെ പോലെ നിനക്ക് വേണ്ടി കരുതുന്ന, ഒരമ്മയെ പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ആ നല്ല കർത്താവ് നിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാ ദൈവത്തിന്റെ ആത്മാവോട് നമ്മുടെ ആത്മാവ് പക്ഷപാതം ചെയ്യുന്ന നല്ല പകൽക്കാലമായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, അങ്ങയുടെ സ്നേഹത്തിനായി. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആരാധന കുറയരുത്, സ്തുതി കുറയരുത്. നീ കടന്നു വന്നത് വെറുതെയായി തീരാതിരിക്കുവാൻ, നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വെറുതെയായി തീരാതിരിക്കുവാൻ, നീ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നത് വെറുതെയായി തീരുവാൻ വായടക്കരുത്, അടങ്ങിയിരിക്കരുത്. യാക്കോബിന്റെ കടവിങ്
അനുഭവം ഇന്ന് ഈ വൈകിയ വേളയിൽ ഓ സ്തോത്രം നിനക്കൊരു യാബോക്ക് ഒരുക്കപ്പെടുക. മല്ല് പിടിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ ഓ റീധാരാധാര ശഖാരതരെ ശന്ധാരകന എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ കേൾക്കുന്ന ദേശമേ, മല്ല് പിടിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, മുഴങ്കാലിൽ നിൽക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, ദൈവസന്നിധിയെ മല്ല് പിടിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്റെ കണ്ണുനീരിന് അറുതി വരുത്തിയിട്ടല്ലാതെ, എന്നെ നിന്ന മാറ്റിയിട്ടല്ലാതെ, എന്റെ നിരാശ മാറ്റിയിട്ടല്ലാതെ, എന്റെ വേദന മാറ്റിയിട്ടല്ലാതെ, എന്റെ കഷ്ടത മാറ്റിയിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല കർത്താവേ, ഞാൻ നിന്നെ വിടത്തില്ല കർത്താവേ. യാക്കോബുമാർ മല്ല് പിടിച്ചാട്ടെ. ഓർ യാബോക്ക് തിരിച്ചറിയുന്ന യാക്കോബുമാർ തിരിച്ചറിയുന്ന മല്ല് പിടിച്ചാട്ടെ. നിന്റെ അനുഗ്രഹം കിട്ടിയിട്ടല്ലാതെ ഓ എനിക്കറിയത്തില്ല. ഈ വൈകുന്നേരം ചിലർക്ക് വേണ്ടി ഒരു യാബോക്കായി ഓ സ്തോത്രം ഈ ബിൽഡിങ്ങിന്റെ ഈ സ്തോത്രം ഓ ഈ പോർഷൻ മാറിയ ചിലർക്കൊരു യാബോക്കായി നിനക്ക് ഓ സ്തോത്രം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. പിൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ലാബാനും അവന്റെ സൈന്യവും പിന്നാലെയുണ്ട്. നിനക്ക് മറ്റൊന്ന് തിരിച്ചറിയാം, മുൻപിലോട്ട് പോകുവാൻ കഴിയത്തില്ല. യേശാവ് അവന്റെ സൈന്യവുമുണ്ട്. പുറത്തുള്ളവനും അകത്തുള്ളവനും ഒരുപോലെ ശത്രുവായി മാറിയിരിക്കുമ്പോൾ പുറത്തുള്ളവനും അകത്തുള്ളവനും ഒരുപോലെ ആക്രമിക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ കേൾക്കണമേ, ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഈ സമയം നിനക്ക് വേണ്ടി ഇത് യാബോക്കായി മാറുക. യാക്കോബേ മല്ല് പിടിക്ക്. യേശുവിൻ നാമത്തിൽ മല്ല് പിടിക്കുന്ന യാക്കോബുമാർ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്റെ പേര് മാറ്റിയിട്ടല്ലാതെ ഓ ശിഖാരധനെ ഓ ഓടി ഒളിച്ചവന്റെ പേര് യാക്കോബ് എന്ന പേര്, ഉബായി എന്ന പേര്, വക്രതയുള്ളവൻ എന്ന പേര് ദൈവത്തിന്റെ പ്രഭു എന്ന പേരായി മാറിയതുപോലെ ഇസ്രായേൽ അഭിനവ ഇസ്രായേൽ എന്ന്, ദൈവത്തിന്റെ പ്രഭുവെന്ന്, നീ ദൈവമുള്ളവളെന്ന്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നെ അറിയുന്നവ ഓ ശകാരത്തിന് എന്തിന് നിന്നെ തന്നെ വിശ്വസിപ്പിക്കുവാൻ യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നെ തന്നെ വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം യാക്കോബേ ഇതൊരു യാബോക്കായി മാറുക. ഓ യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ യേശുവിൻ നാമത്തിൽ അന്തരീക്ഷം മാറുക. ഓ അന്തരീക്ഷം മാറുക. ദേശത്തിന് അന്തരീക്ഷം മാറുക. പട്ടണത്തിന്റെ അന്തരീക്ഷം മാറുക. കുടുംബത്തിലെ അന്തരീക്ഷം മാറുക. നിന്റെ ഭവനത്തിനകത്തെ അന്തരീക്ഷം മാറുക. നിന്റെ മുറിക്കകത്തെ അന്തരീക്ഷം മാറുക. നീ ഒളിച്ചിരിക്കുന്ന അന്തരീക്ഷം മാറുക. നീ ഭയന്നിരിക്കുന്ന അന്തരീക്ഷം മാറുക. നീ പേടിക്കുന്നുണ്ട്. വായി തുറന്ന് സംസാരിക്കുവാൻ നീ പേടിക്കുന്നുണ്ട്. നീ സംസാരിക്കുന്ന വാക്കുകൾ പോലും നിനക്ക് വിരോധമായി നിൽക്കുന്ന അതേ അവസ്ഥ നീ ഭയപ്പെടുന്നുണ്ട്. കേൾക്ക് ഈ രാത്രി ഓ ഭയപ്പെടുന്നവനായിട്ടല്ല, ഭയപ്പെടുന്ന യാക്കോബിനല്ല, ഓടി ഒളിക്കുന്ന യാക്കോബിനല്ല ഇന്നിവിടെ നിന്ന് ഈ യാബോക്കിൽ നിന്ന് തിരികെ അയക്കുവാൻ പോകുന്നത് ദൈവത്തിന്റെ പ്രഭു. ഭയപ്പെടുത്തുന്ന ഓ നശിപ്പിക്കും തോറും വളരുന്ന, ശത്രു പ്രബലനാകും തോറും ശക്തനായി മാറുന്ന, ആവർത്തിച്ചു പറയട്ടെ, നിന്റെ ശത്രു പ്രബലനായി തീരുന്തോറും ശക്തനായി മാറുന്ന അഭിനവ ഇസ്രായേൽ ഓ യേശുവിൻ നാമത്തിൽ നിന്നോട് യുദ്ധം ചെയ്യുന്ന, നിന്നോട് പോരടിക്കുന്ന, നിന്നോട് വെല്ലുവിളിക്കുന്ന ശത്രു പ്രബലനാകും തോറും, ശത്രു എണ്ണത്തിൽ പെരുകും തോറും, ശത്രു ശക്തനാകും തോറും ബലം വർദ്ധിക്കുന്ന ഇസ്രായേൽ ഓ യാബോക്ക് ഓ
തിരിച്ചറിയുന്നവ, ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവ, യാക്കോബുമാരായി മാറിയവ, യേശുവിൻ നാമത്തിൽ പിന്നാലെ വന്ന ചിലർ തിരികെ പോകുക. മുന്നാലെ വന്നവ കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാൻ തക്കവണ്ണം ചില വ്യക്തികൾ മാറുക. ഇന്ന് ഈ വൈകുന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ചില വ്യക്തികളോട് സംസാരിക്കുന്നു. മുന്നാലെ നിൽക്കുന്നവ നിന്നെ തകർത്ത് കളയുമെന്ന് നീ ഭയപ്പെടുന്ന, നിന്നെ മുടിച്ചു കളയുമെന്ന് നീ ഭയപ്പെടുന്ന ചിലർ, അത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിന്നെ മുടിച്ചു കളയുമെന്ന് നീ ഭയപ്പെടുന്ന ചിലർ കെട്ടിപ്പിടിച്ചു ചുംബിക്കുവാൻ തക്കവണ്ണം യാബോക്കിന്റെ കടവ് യാക്കോബിനെ മാറ്റിയതുപോലെ ഈ യാബോക്ക് നിന്നെ മാറ്റുകയാ. യേശുവിൻ നാമത്തിൽ നിന്നെ വേട്ടയാടി പിടിക്കുമെന്ന്. എത്ര കാലമായാലും നിന്നോട് പകരം വീട്ടാതെ വിടത്തില്ലെന്ന്, സഹോദരി നിന്നെ നശിപ്പിക്കാതെ വിടത്തില്ല എന്ന്, നിന്നെ മുടിച്ചു കളയാതെ വിടത്തില്ല എന്ന്, നിന്റെ കണ്ണുനീർ കണ്ട് സന്തോഷിക്കാതെ വിടത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന, യേശുവിൻ നാമത്തിൽ ആവർത്തിച്ചു പറയട്ടെ, വാദിച്ചു നിൽക്കുന്ന, പുറത്തല്ല അകത്തു തന്നെ, നിന്റെ കുടുംബത്തിനകത്തു തന്നെ, ഏറ്റവും അടുത്ത് തന്നെ നിനക്ക് വിരോധമായി വാദിച്ചു നിൽക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ യാബോക്കിൽ നിന്ന് എഴുന്നേറ്റ യാക്കോബിന് മുൻപിൽ ആമേൻ ഹല്ലേലൂയ. ഓ ജ്യേഷ്ഠൻ യേശാവ് ജ്യേഷ്ഠനായി മാറിയതുപോലെ, ഓ ഓടിച്ചവൻ, ഓ റീദാര ശഖ കാത്തിരുന്നവൻ, എത്ര നാളായാലും എത്ര കാലം കഴിഞ്ഞാലും കൊല്ലാതെ വിടത്തില്ല എന്ന്, നശിപ്പിക്കാതെ വിടത്തില്ല എന്ന് കാത്തിരുന്നവൻ. യാസ് ചില യാശോവുമാർ മനസ്സാന്തരപ്പെടുകയാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില യേശാവുമാർ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ചില യേശാവുമാര് കർത്താവ് മനസ്സാന്തരപ്പെടുത്തുകയാ. ചില യേശാവുമാർ, ചില ലാബാൻമാർ തിരികെ പോവുകയാ. എത്ര പേർ വിളിച്ച് ആർപ്പോടെ പറയും, ആ ലാബാനിൽ നിന്ന് നീ എന്നെ വിടുവിച്ച കൃപയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. നിന്നെ പിടാതെ പിന്തുടരുന്ന ലാബാൻ തിരികെ പോവുകയാ. യേശു നാമത്തിൽ കടമെന്ന ലാബാൻ, രോഗമെന്ന ലാബാൻ, തകർച്ചയെന്ന ലാബാൻ, ഓ റീദാര ശഖ വെല്ലുവിളികൾ എന്ന ലാബാൻ, യേശുവിൻ നാമത്തിൽ ആ ലാബാൻമാർ തിരികെ പോകുക. നിന്നെ വിടാതെ പിന്തുടർന്ന, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഈ വൈകിയ വേളയിലും ഈ പട്ടണ മധ്യത്തിൽ യാബോക്കിന്റെ അനുഭവം ഒരുക്കിയ കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ നല്ല കർത്താവിനെ സ്തുതിച്ചായിരുന്നാട്ടെ. ഓ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരുമിച്ചായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ വൈകിയ വേളയിൽ ഒരുമിച്ചായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് ഈ പട്ടണ മധ്യത്തിൽ നല്ല കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഒരവസരം ലഭിച്ചു എങ്കിൽ അവൻ ഇവിടെ നിന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ആവർത്തിച്ച് പറയട്ടെ, ഒരു യാബോക്കായി ഈ വൈകിയ വേളയിൽ ഈ പ്ലാറ്റ്ഫോം മാറുക. യേശുവിൻ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇതെൻ്റെ യാബോക്കാണ്, ഇതെൻ്റെ യാബോക്കാണ്. ആമേൻ. എൻ്റെ യാബോക്കായി, എൻ്റെ യാബോക്കായി എൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്ന, ആമേൻ, യേശുവിൻ നാമത്തിൽ ആവർത്തിച്ച് പറയട്ടെ, അന്ന് വരെ യാബോക്കിന് അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. ആമേൻ, സ്തോത്രം. അന്ന് വരെ യാബോക്കിനെ കുറിച്ച്, ആമേൻ, മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷെ ഒരു സ്തോത്രം, ഒരു യാക്കോബ് എഴുന്നേറ്റപ്പോൾ ഒരു യാബോക്ക് ചരിത്രമായി മാറി. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ രാത്രി ചില യാക്കോബുമാർ എനിക്കൊപ്പമായിരിക്കുന്നു. ആമേൻ. ചില യാക്കോബുമാർ, ഭയന്നോടി ഒളിച്ച ചില യാക്കോബുമാർ, ഉബായി എന്ന് പേര് കേട്ട യാക്കോബുമാർ, ആമേൻ, സ്തോത്രം, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച യാക്കോബുമാർ, ഇനി പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ലാത്ത വിധത്തിൽ ഒപ്പമുള്ളതിനെ മാറ്റി നിർത്തി മരണത്തിന് കീഴടങ്ങുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ചില യാക്കോബുമാർ എന്നെ കേൾക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഈ അന്തരീക്ഷത്തെ എൻ്റെ ദൈവം യാബോക്കാക്കി മാറ്റുക. ആമേൻ. നിന്റെ യാബോക്കാക്കി ഈ വൈകിയ വേള ഈ അന്തരീക്ഷത്തെ നിന്റെ യാബോക്കാക്കി എൻ്റെ ദൈവം മാറ്റുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ യാബോക്കിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യാബോക്ക് ഒരു കടവാണ്. വലിയ ചരിത്ര പശ്ചാത്തലമൊന്നുമില്ലാതെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു കടവാണ് യാബോക്ക് കടവ്. അവിടെ കുളിച്ച ഒത്തിരി പേർ കാണും. അതിനെ ഒരു വഴിയാക്കി ക്രോസ് ചെയ്തു പോയ ഒത്തിരി പേർ കാണും. അവിടെ ഒത്തിരി പേർ ഇറങ്ങി കളിച്ചും കുളിച്ചും, ആമേൻ, സ്തോത്രം, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മുൻപിൽ സ്തോത്രം സന്തോഷത്തോടെ ഇരിക്കുവാനോ ഒന്ന് സമയം എൻജോയ്
ഒന്ന് കളഞ്ഞ് എൻജോയ് ചെയ്യുവാനോ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ എപ്പോഴാണോ യാക്കോബ് യാബോക്കിന്റെ കരയിൽ വന്നത്, അപ്പോൾ മുതൽ യാബോക്കിന്റെ ചരിത്രം മാറുവാനായി തുടങ്ങി. ആമേൻ. എപ്പോഴാണോ കരയുന്നവളായി, എപ്പോഴാണോ കരയുന്നവനായി, എപ്പോഴാണോ തളർന്നവനായി, തകർന്നവനായി ഈ പട്ടണ മധ്യത്തിൽ നീയായിരിക്കുന്നു, ഓ റീധാര ശഖ റതരെ ശന്ധാരകന, നിന്നോട് കൂടെയുള്ള ദൈവം നീ കരയുന്ന ഈ സ്ഥലത്തിന്റെ സ്തോത്രം യേശുവിൻ നാമത്തിൽ ചരിത്രം മാറ്റും. ഓ റീധാരാധാന ശഖ, എനിക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഓ സ്തോത്രം. കരയുന്ന നീ മുഖാന്തരം ഈ സ്തോത്രം പ്ലാറ്റ്ഫോമിന്റെ ഈ സ്ഥാനത്തിന്റെ ചരിത്രത്തെ എന്റെ ദൈവം മാറ്റുവാൻ പോകുക. ഞാൻ ഇങ്ങനെ പറയുവാൻ സ്തോത്രം ആഗ്രഹിക്കുന്നു. ഒത്തിരി പേർ ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കാം, ഒത്തിരി പേർ ബൈക്കുകൾ പാർക്ക് ചെയ്യുവാൻ വന്നിട്ടുണ്ടായിരിക്കാം, ഒത്തിരി പേർ മറ്റു പല ആവശ്യങ്ങൾക്കുമായി വന്നിട്ടുണ്ടായിരിക്കാം, ഒത്തിരി പേർ ഉച്ച സമയത്ത് റെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർ ആരും വന്നപ്പോഴല്ല, യാക്കോബായ നീ വന്നതുകൊണ്ട് ഈ സ്ഥാനത്തിന്റെ ചരിത്രം മാറുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ വന്നതുകൊണ്ട്, യാക്കോബ് ഉള്ളത് കൊണ്ട് യാബോക്കിന്റെ ചരിത്രം മാറിയെങ്കിൽ ഇന്ന് ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, സഹോദരി സഹോദര, ആമേൻ, യാക്കോബേ നീ ഉള്ളത് കൊണ്ട് ഈ യാബോക്കിന്റെ റീധാര ഈ പ്ലാറ്റ്ഫോമിന്റെ ഈ ഏരിയയുടെ ഈ ദേശത്തിന്റെ ഈ പട്ടണത്തിന്റെ ചരിത്രത്തെ ആത്മസാന്നിധ്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. വലിയ രണ്ട് കൂട്ടമായിട്ടാണ് യാക്കോബ് യാബോക്കിന്റെ കടവിലേക്ക് എത്തപ്പെടുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ വലിയ കൂട്ടം എപ്പോഴും നമ്മെ ത്രസിപ്പിക്കും, എപ്പോഴും നമ്മെ എൻജോയ് ചെയ്യിപ്പിക്കും, എപ്പോഴും നമ്മെ സന്തോഷിപ്പിക്കും. ഒരു വലിയ കൂട്ടത്തിന് മധ്യത്തിലായിരുന്നെങ്കിൽ ഞാൻ ചാടി തുള്ളി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചേനെ. പലരും ചിന്തിക്കുന്നത് ഇതാണ്, വലിയ കൂട്ടത്തിന് മധ്യത്തിലായിരുന്നെങ്കിൽ ഞാൻ ചാടിത്തുള്ളി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചേനെ. ആമേൻ. നല്ലതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കൂ, വേഗത്തിൽ വലിയ കൂട്ടമായി നമ്മൾ മാറട്ടെ. ആമേൻ. സ്തോത്രം. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഇങ്ങനെയാണ്. 10 മക്കൾ ഒരുമിച്ച് കരഞ്ഞ് അപ്പനും അമ്മയും കൊടുക്കുന്നത് പോലെയല്ല ഒരു കുഞ്ഞ് കരഞ്ഞു വാങ്ങുന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 10-1 വാങ്ങുന്ന മകനായിട്ടല്ല, ഒറ്റയ്ക്ക് അപ്പന്റെ പ്രിയ മകനായി പ്രിയ മകളായി വാങ്ങുവാനായി നിനക്കൊരവസരം ഈ വൈകിയ വേളയിൽ എന്റെ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാൻ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. റദ്യ ശഖ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശംഭൂർഗന യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. നോക്കൂ, 32-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ രണ്ട് വലിയ കൂട്ടമായി. ആമേൻ. സ്തോത്രം. യാക്കോബിന് ഭാര്യമാരുണ്ട്, യാക്കോബിന് മക്കളുണ്ട്, യാക്കോബിന് ദാസന്മാരുണ്ട്, യാക്കോബിന് ഒട്ടകങ്ങളുണ്ട്, യാക്കോബിന് യാഗം കൊടുക്കുവാനും യാഗം നടത്തുവാനും കഴിയുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. എന്നാൽ സ്തോത്രം, അർദ്ധരാത്രിയിൽ യാക്കോബ് തിരിച്ചറിയുകയാണ്, യാഗം നടത്തുവാനുള്ള ഒരാൾക്കൂട്ടത്തെ എനിക്ക് ആവശ്യമില്ല. ആമേൻ. എനിക്കൊപ്പം ആമേൻ യാഗസ്ഥലത്ത് നൃത്തം ചെയ്യുവാൻ ഒരാൾക്കൂട്ടത്തെ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് യാബോക്കിന്റെ ചരിത്രത്തെ മാറ്റുവാൻ പോകുന്നു. ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മല്ല് പിടിക്കുവാൻ പോകുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, 32-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. 32:22 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, രാത്രിയിൽ അവൻ എഴുന്നേറ്റു. ആമേൻ. അതിന് മുകളിലേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, പിന്നാലെ വരികയാണ് ലാബാനുമുണ്ട്, അവന്റെ ആൾക്കാരുമുണ്ട്. ആമേൻ. സ്തോത്രം. ലാബാൻ എത്രത്തോളം സീരിയസ് ആണെന്ന് അറിയത്തില്ല, അതിലും സീരിയസ് ആയിരിക്കും അവന്റെ അനുചരന്മാർ, അവന്റെ ദാസന്മാർ, അവനൊപ്പമുള്ളവർ. അവരുടെ വെല്ലുവിളി ഇതായിരിക്കും, യാക്കോബിനെ ഇന്ന് ഞങ്ങൾ പിടിക്കും. കാരണം അവന്റെയൊക്കെ ഭവനത്തിനകത്ത്, അവന്റെയൊക്കെ യജമാനന്റെ തൊഴുത്തിനകത്ത് വലിയൊരു വിരുന്ന് ദൈവം യാക്കോബിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ ഇഷ്ടമുള്ളവരോ
ഇഷ്ടമില്ലാത്തവരോ, നിങ്ങൾ ഇന്നായിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരുടെ മധ്യത്തിലായിരിക്കാം, നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവരുടെ മധ്യത്തിലായിരിക്കാം. നിങ്ങൾ ആരുടെ മധ്യത്തിലായിരുന്നാലും നീ ദൈവമുള്ളവനാണെങ്കിൽ, ദൈവമുള്ളവളാണെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി ദൈവം വലിയൊരു വിരുന്നൊരുക്കം, ഒരു വർധനവ് ദൈവം അവിടെ ഒരുക്കം. ലാബാന്റെ ആടുകൾ യാക്കോബിന് വേണ്ടി പ്രസവിച്ചതുപോലെ ആവർത്തിച്ച് ദൂത് പറയട്ടെ, നിനക്ക് വിരോധമായി നിൽക്കുന്നവർ നിനക്ക് വേണ്ടി നന്മ ഉണ്ടാക്കുവാനായി തുടങ്ങും. യേശുവിൻ നാമത്തിൽ നീ അധ്വാനിക്കുന്നതല്ല, യാക്കോബിന്റെ തൊഴുത്തിലെ കാര്യമല്ല, യാക്കോബിന്റെ തൊഴുത്തിൽ പ്രസവിച്ച കാര്യമല്ല, ലാബാന്റെ തൊഴുത്തിൽ ഭക്തന് വേണ്ടി ദൈവം വർധനവ് നടത്തിയെങ്കിൽ, യാക്കോബേ വിട്ടുവീഴ്ചയില്ലാതെ പ്രാർത്ഥിക്ക്. ഇന്നലകളിൽ കണ്ട വർധനവ്, ഇന്നലകളിൽ കണ്ട മഹത്വം ഈ രാത്രി വർദ്ധിച്ചു വരുവാൻ പോകുക. താങ്ക് യു ലോർഡ്. അവർക്ക് വാശിയുണ്ട്, അവർക്ക് വൈരാഗ്യമുണ്ട്. അവരെ അങ്ങനെ പോകുവാൻ അനുവദിക്കരുത്. ഇതിനകത്തായിരിക്കുന്ന ചിലർ ആ ഒരു വെല്ലുവിളിയുടെ മധ്യത്തിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീ അങ്ങനെ രക്ഷപ്പെട്ടു പോകരുത്. നീ ഞങ്ങളുടെ മുമ്പിൽ എന്നും തലകുനിച്ചു നിൽക്കണം. നീ ഞങ്ങളുടെ കാൽ കീഴിലായിരിക്കണം. അങ്ങനെ അവളൊന്നും വലിയ ആളാകണ്ട, അങ്ങനെ അവനൊന്നും വലിയ ആളാകണ്ട. അതിനൊക്കെ ഞങ്ങളിവിടെ കുറച്ചു പേരുണ്ടല്ലോ, അതിനൊക്കെ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ആമേൻ. പിന്നാലെ വന്നവൻ്റെയൊക്കെ വാശിയും വേവും അതായിരിക്കണം. ഒരുത്തൻ വന്നു, ഒരുത്തൻ അപ്പനെയും പറ്റിച്ചിട്ട് വന്നു, ഒരുത്തൻ ഓടി വന്നു യജമാനന്റെ മക്കളെയും കല്യാണം കഴിച്ച് അവൻ്റെ ആടുമാടുകൾ അസാധാരണമായി പ്രസവിച്ച വർധനവും കൊണ്ട് അവൻ മടങ്ങിപ്പോകുന്നു. അവനെ അങ്ങനെ വിടുവാൻ പാടില്ല. നീ ഇന്നലകളിൽ തകർന്ന് കാണണമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നീ എത്തപ്പെടത്തില്ല എന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ എത്തിച്ചു. അത് തിരിച്ചറിഞ്ഞ് വൈരാഗ്യത്തോടെ വിരോധത്തോടെ നിൽക്കുന്ന ചിലരുണ്ട്. നീ ഇനിയും മുൻപോട്ട് പോകരുത്. നിന്റെ ജീവിതത്തിൽ ഇനിയൊരു സന്തോഷം ഉണ്ടാകരുത്. നീ ചിലരുടെ മുമ്പിൽ തല കുനിച്ചു തന്നെ, നീ ചിലരുടെ മുമ്പിൽ നമിച്ചു തന്നെ. നിന്നെ കുറിച്ച് സംസാരിക്കപ്പെടരുത്. നിന്നെ കുറിച്ച് ചിലർക്ക് നിന്നെ കുറിച്ച് സംസാരിക്കപ്പെടുമ്പോൾ, നിന്നെ കുറിച്ച് സംസാരിക്കപ്പെടുമ്പോൾ, നിന്നെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ, നിന്നെ കുറിച്ച് ചിലത് പറയപ്പെടുമ്പോൾ, ആമേൻ, കോപം മുഴുത്തിട്ട് യേശുവിൻ നാമത്തിൽ ആവർത്തിച്ചു പറയട്ടെ, നെബൂഖദ്നേസറിന് കോപം മുഴുത്തിട്ട് ചൂള 7 മടങ്ങ് കത്തിക്കുവാൻ ഉത്തരവ് കൊടുത്തതുപോലെ ചിലർക്ക് കോപം മുഴുത്തിട്ട് നിന്നെ കുറിച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ, നിന്റെ പേര് കേൾക്കുമ്പോൾ, ആമേൻ, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയെ മാറ്റുവാൻ, നീ ആയിരിക്കുന്ന അനുഭവത്തെ, നിന്റെ എക്സ്പീരിയൻസിനെ മാറ്റുവാൻ ഇന്ന് രാത്രിയിലും യാബോക്കിന്റെ അനുഭവത്തെ കർത്താവ് ഇതിനകത്ത് ഒരുക്കുകയാ. ആമേൻ, സ്തോത്രം. അവൻ ചിലർക്ക് ഇഷ്ടമില്ല. അവൻ ആ വൈരാഗ്യമാണ്. പിന്നാലെ വടിവാളുകളുമായി, പിന്നാലെ ആക്രമിക്കുവാനുമുള്ള ആയുധങ്ങളുമായി ലാബാൻ പിന്നാലെ യാക്കോബിനെ തേടി ഇറങ്ങുവാൻ ആ വലിയ കൂട്ടത്തിന് പ്രേരണയായത്. എന്നാൽ മുമ്പിൽ വേറൊരുത്തനുണ്ട്. അവന്റെ പേര് യേശാവ് എന്നാണ്. അവൻ വർഷങ്ങളുള്ള പക ഉള്ളിലൊതുക്കി കാത്തിരിക്കുക. അവൻ ഒരു ദിവസം എനിക്ക് അവനെ കിട്ടും. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ അവനെ പിടിക്കും. ഒരു ദിവസം എൻ്റെ ആശ അവൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു പോന്നപ്പോൾ മിസ്രയീമിൽ നിന്ന് ഫറവോനും അവൻ്റെ സൈന്യവും പിന്തുടർന്നതുപോലെ ഞാൻ അവനെ പിന്തുടരും, ഞാൻ അവനെ പിടിക്കും. എൻ്റെ ആശ അവൻ്റെ മേൽ ഞാൻ നിറവേറ്റും. എൻ്റെ വാളുകൊണ്ട് ഞാൻ അവനൊരു പകരം വീട്ടും. അതേ പകയോടെ, അതേ വൈരാഗ്യത്തോടെ വർഷങ്ങളായി കാത്തിരിക്കുന്ന യേശാവ്, ആമേൻ, സ്തോത്രം. സഹോദരൻ മടങ്ങി വരുന്നു എന്ന് അറിയുമ്പോൾ, അവൻ സ്വന്തം ദേശത്ത് കാൽ കുത്തുന്നതിന് മുമ്പ്, അവന്റെ അമ്മ അടക്കപ്പെട്ട മണ്ണിൽ എത്തുന്നതിന് മുമ്പ് അവനെ കൊന്നുകളയുക. തനിക്കൊപ്പം ചേർന്ന് നിന്ന് അവൻ തന്നെ ശക്തിപ്പെടുത്തുവാൻ ചിലരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വാചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 32:22, രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ 2 ഭാര്യമാരെയും ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു.
ശ്രദ്ധിക്കണമേ, തൻ്റെ ഭാര്യമാരെ കടത്തി, തൻ്റെ 11 മക്കളെ കടത്തി, അവൻ തൻ്റെ സമ്പത്ത് കടത്തി, എല്ലാം കടത്തി വിട്ടിട്ട് യാക്കോബ് യാബോക്കിൽ ശേഷിച്ചു. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. മർമ്മം പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്ര. ആമേൻ. യാക്കോബിനറിയാം, ആമേൻ, സ്തോത്ര, ഞാൻ ഈ വലിയ 2 കൂട്ടമായി മാറുവാൻ കാരണമായി മാറിയത് എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, അറിയാം. ആ യാക്കോബ്, സ്തോത്രം, അവനറിയാം ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ, ഞാൻ നിലവിളിക്കുമ്പോൾ, ഞാൻ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി അർദ്ധരാത്രികളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ലൂസ് എന്ന മരുഭൂമിയിൽ താൻ ഒറ്റയ്ക്കായി തീരുന്ന അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ തനിക്കൊപ്പം ആരുമില്ലാതിരിക്കുമ്പോൾ തന്നെ സഹായിക്കുവാനോ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ആരുമില്ലാതിരിക്കുന്ന അർദ്ധരാത്രിയിൽ ലൂസ് എന്ന മരുഭൂമിയിൽ സ്വർഗം തുറന്ന് തൻ്റെ ദൂതന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്യുമാറാക്കി തന്നോട് സംസാരിച്ച ഒരു ദൈവം, കഴിഞ്ഞ അർദ്ധരാത്രികളിൽ നിന്നോട് സംസാരിച്ച ദൈവം നീ തിരിച്ചറിയ. ആൾക്കൂട്ടത്തിന് നടുവിലല്ല, നീ ഒറ്റയ്ക്കായപ്പോൾ, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, എല്ലാവരും നിന്ന് മാറിപ്പോയപ്പോൾ, മകനെ മകളെ എന്ന് വിളിച്ച് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ച ദൈവം, ആ ദൈവം ഇന്ന് ഈ സമയം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ പോകുക. യാക്കോബിനറിയാം, ഞാൻ ഒറ്റയ്ക്കായി തീരുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഞാൻ ഒറ്റയ്ക്കായി തീരുമ്പോൾ ആരും എൻ്റെ അടുക്കലില്ലാതെ വരുമ്പോൾ എൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ, എൻ്റെ വിലാപത്തിന്റെ ഒച്ച കേൾക്കുവാൻ എനിക്കാരുമില്ലാതായി തീരുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ വൈകിയവേളയിലും നിന്നോട് വിളിച്ചു പറയട്ടെ, ഈ യാക്കോബിന്റെ ഈ യാബോക്കിന്റെ ഏകാന്തത നിനക്കൊരുക്കിയത് ഇന്ന് നിനക്ക് വേണ്ടി എൻ്റെ ദൈവത്തിന് ഇറങ്ങി വരുവാൻ വേണ്ടിയാ. ആമേൻ. മല്ല് പിടിക്കുവാൻ യാക്കോബേ നീ തയ്യാറാണോ? എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. പല അർദ്ധരാത്രികളിൽ നീ തകർന്നു പോകാതെ, സഹോദരി, മരണത്തെ കുറിച്ചോർത്ത് നീ വിലപിച്ച സമയങ്ങൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടാതെ നിന്നെ ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കുമാറാക്കിയ വിധത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം ഇന്ന് ഈ വൈകിയ വേളയിൽ നിന്നെ ഇതിനകത്താക്കിയിരിക്കുന്നുവെങ്കിൽ, യാബോക്കിന്റെ അനുഭവം ഒരുക്കിയിരിക്കുന്നുവെങ്കിൽ നീ വിശ്വസിക്കുക, ആ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വരുവാൻ പോകുക. യാബോക്കിന്റെ ചരിത്രം മാറ്റുവാൻ യാക്കോബിനെ ഒരുക്കിയ കർത്താവ് ഈ ദേശത്തിന്റെ ചരിത്രം മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റുവാൻ, നിന്റെ പട്ടണത്തിന്റെ ചരിത്രം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. യാക്കോബിനെ തിരിച്ചറിയാം. ഓ സ്തോത്രം. 11 മക്കളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം വരത്തുള്ളൂ. ആമേൻ. 2 ഭാര്യമാരും അപ്പുറത്തും ഇപ്പുറത്തും നിന്നാൽ മാത്രമേ ദൈവം വരത്തുള്ളൂ. അഭിനവ വിശ്വാസികൾ ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നാട്ടിലുള്ളവന്മാർ മുഴുവൻ ഒരുമിച്ച് നിന്നാലേ ദൈവം വരത്തുള്ളൂ. ദൈവത്തെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ കൂടെയുള്ള ആൾക്കൂട്ടത്തിന്റെ വലിപ്പം കണ്ടിട്ടോ, അവരുടെ എണ്ണത്തിലെ പെരുപ്പം കണ്ടിട്ടോ, അവരുടെ തൊള്ള തുറന്നുള്ള ശബ്ദം കേട്ടിട്ടോ അല്ല, നിന്റെ ഹൃദയം തകർന്ന നിലവിളിയുടെ നിശ്വാസത്തിന് മധ്യത്തിൽ ഒറ്റയ്ക്കായിത്തീരുന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഓ നീ ഒറ്റയ്ക്കായി തീരുന്ന സ്ഥാനത്ത്, നീ ഒറ്റയ്ക്കായി പോയ സ്ഥാനത്ത്, അതേ ഇന്ന് ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കായി തീർന്ന സ്ഥാനത്ത്, നിങ്ങൾ ഒറ്റയ്ക്കായി പോയ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. യാക്കോബിന് കാര്യം അറിയാം. ആമേൻ. സ്തോത്രം. ഈ പിള്ളാരെയും കൊണ്ടുപോയി അവിടെ കിടന്ന് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. ആമേൻ. സ്തോത്രം. ലാബാന്റെ മക്കൾക്കും കാര്യം മനസ്സിലാകത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഒറ്റയ്ക്കായി തീർന്നാൽ ആ രാത്രി പുലരുന്നതിന് മുമ്പ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിയുന്നുവോ? ഈ രാത്രി പുലരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നാളത്തെ പ്രഭാതം നിന്നെ ഒരു അത്ഭുതം കാണിക്കുവാൻ, നാളത്തെ പ്രഭാതം നിന്റെ ചരിത്രം മാറ്റുവാൻ, നാളത്തെ പ്രഭാതത്തിൽ നിന്റെ ജീവിതം മാറ്റുവാൻ, നാളത്തെ പ്രഭാതത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥ മാറ്റുവാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ.
ആമേൻ സ്തോത്രം. നോക്കൂ, ആമേൻ, യാബോക്കിൽ യാക്കോബ് ഒറ്റപ്പെടുകയാണ്. ആമേൻ സ്തോത്രം. യാബോക്കിൽ യാക്കോബിനെ ആരും ഒറ്റപ്പെടുത്തിയില്ല. പക്ഷേ നേരത്തെ യാക്കോബ് ഒറ്റയ്ക്കായിരുന്നു. ആമേൻ, ഒറ്റയ്ക്കായിരുന്ന സമയത്തെ അനുഭവം യാക്കോബിന് അറിയാം. ഇന്ന് ഈ വൈകിവേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ചില ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളെ ഓർത്തെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് യാബോക്കിൻ്റെ അനുഭവമായി ഈ വൈകിവേള മാറുവാൻ പോകുക. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ലൂസ് ബഥേലായി മാറുവാൻ യാക്കോബ് മടങ്ങി വരേണ്ടി വന്നു. പക്ഷേ യാബോക്ക് ദൈവത്തിന്റെ പ്രഭുവിന്റെ സ്നാനക്കടവായി മാറുവാൻ ആമേൻ ഒരു മടങ്ങി വരവിന്റെയും ആവശ്യം വന്നില്ല. ആ അർദ്ധരാത്രി നേരം പുലരുന്നതിന് മുമ്പ് യാബോക്കിന്റെ ചരിത്രത്തെ മാറ്റിയവൻ, യാക്കോബേ നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റുവാൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറുവാൻ പോകുക. നിന്റെ ഭാവിയുടെ ചരിത്രം മാറുവാൻ പോകുക. നിന്റെ തലമുറകളുടെ ചരിത്രം മാറുവാൻ പോകുക. നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ ചരിത്രം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആൾക്കൂട്ടം നല്ലത് തന്നെ, ആൾക്കൂട്ടം ഹാപ്പിയാണ്, ആൾക്കൂട്ടം സന്തോഷമാണ്. പക്ഷേ യാബോക്കിന് ആൾക്കൂട്ടത്തെ താങ്ങുവാനുള്ള ശക്തിയില്ല. യാബോക്ക് ആൾക്കൂട്ടത്തിന്റെ ഇടമല്ല. യാബോക്ക് ദൈവത്തെ മല്ല് പിടിച്ച് തോൽപ്പിക്കുന്ന ശക്തന്റെ ഇടമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാബോക്ക് ഭയന്ന് പോയവന്റെ പ്രദേശമാണ്. യാബോക്ക് ആമേൻ സ്തോത്രം ചിലത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി വെപ്രാളപ്പെടുന്നവന്റെ ഏരിയയാണ്. ആമേൻ ആമേൻ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപേക്ഷനായ ഗിദെയോന്റെ ആമേൻ കളത്തിനരികെ പരാക്രമശാലിയെ എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട ഗിദെയോൻ ആയിരുന്നത് പോലെ ആ ഒറ്റപ്പെടലിന്റെ സ്ഥാനം സ്തോത്രം മുഴു ഇസ്രായേലും ഉണ്ടായിരുന്നിട്ടും മുഴു ഇസ്രായേലും ചേർന്ന് വിളിച്ചപ്പോഴല്ല, ഒറ്റയ്ക്ക് തനിക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി മല്ല് പിടിച്ച ആമേൻ ഒറ്റയ്ക്ക് തനിക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഗോതമ്പ് ആമേൻ മുന്തിരി ചക്കിനരികെ വെച്ച് ആമേൻ മെതിക്കുകയായിരുന്ന ഗിദെയോനെ കണ്ട് പരാക്രമശാലിയെ എന്ന് വിളിച്ച് അവന്റെ ചരിത്രം മാറ്റിയ കർത്താവ് ആരും അറിയാതെ ആരും കാണാതെ നീ പതുങ്ങിയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ചരിത്രം മാറ്റുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആരും അറിയാതിരിക്കുവാൻ, ആരും കാണാതിരിക്കുവാൻ, ആരും യേശുവിൻ നാമത്തിൽ മുഴു ഇസ്രായേലും സഭ കൂടിയതിന് മധ്യത്തിലല്ല, മുഴു ഇസ്രായേലും ചേർന്ന് യാഗം കഴിച്ചപ്പോഴല്ല, മുഴു ഇസ്രായേലും അനുദപിച്ചപ്പോഴല്ല, തനിക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സ്തോത്രം ഗോതമ്പ് ചക്കിനരികെ നിൽക്കുവാൻ കഴിയാതെ മുന്തിരി ചക്ക് തേടിപ്പോയ ഗിദെയോന് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം ഈ രാത്രിയിലും സ്തോത്രം ചില സ്ഥാനങ്ങളിൽ നിൽക്കുവാൻ കഴിയാതെ ഓടി പാഞ്ഞു വന്നായിരിക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. പരാക്രമശാലിയെ എന്ന് ഫീരുവേ എന്ന് വിളിക്കുവാനല്ല, അപമാനത്തിന്റെ വാക്കുകൾ പറയുവാനല്ല, അപവാദങ്ങൾ പറയുവാനല്ല, നിന്ദിക്കുവാനല്ല, അപമാനിക്കുവാനല്ല, ആ കൂട്ടത്തിന് മധ്യത്തിൽ നിന്നെ മാറ്റുവാൻ വേണ്ടി സ്തോത്രം ഗിദെയോന്റെ ചരിത്രത്തെ മുന്തിരി ചക്കിന്റെ ചുവട്ടിൽ മാറ്റിയ ദൈവം. Hallelujah. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ആമേൻ നിങ്ങൾ ശ്രദ്ധയോടെ സ്തോത്രം വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി. വേദപുസ്തകത്തിൽ അതുണ്ട്. ആമേൻ നോക്കൂ, ഗോതമ്പും മുന്തിരിയും ചേർച്ചയില്ലാത്ത രണ്ട് സംഭവങ്ങളാണ്. ആമേൻ സ്തോത്രം. ഗോതമ്പ് ആമേൻ സ്തോത്രം അത് ഇടിച്ചെടുക്കണമെങ്കിൽ ആമേൻ ഉരല് പോലുള്ള വളരെ ഹാർഡായിട്ടുള്ള സ്തോത്രം ഉപകരണങ്ങൾ വേണം. ചക്ക് ആമേൻ ആ സ്തോത്രം ആമേൻ ഉരൽ പോലുള്ള സാധനങ്ങൾ വേണം. എന്നാൽ മുന്തിരി പിഴിഞ്ഞു പോലും എടുക്കുവാൻ കഴിയും, അത്രമാത്രം ലളിതമാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഗോതമ്പും കൊണ്ട് മുന്തിരി ചക്കിന് ചുവട്ടിലിരിക്കുന്നവന്റെ ഗതികേട്. ആമേൻ സ്തോത്രം. ചിലർ അങ്ങനെ ഇരിക്കുക. ആമേൻ കയ്യിലുള്ളത് ഗോതമ്പ, മുമ്പിൽ മുന്തിരി ചക്ക. ആമേൻ പൊടിയത്തില്ല, അതറിയാം. ആമേൻ അത് പൊടിയത്തില്ല. മുന്തിരി ചക്കിൽ ആമേൻ ഗോതമ്പ് പൊടിയത്തില്ല. എന്നിട്ട് നീ വിടാതെ പിടിച്ചു
പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നീ വിട്ടുകൊടുക്കാതെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല എന്ന്, ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല എന്ന്. ഇത്രയും ഞാൻ കൊണ്ടുചെന്ന് എത്തിച്ചെങ്കിൽ, ഇത്രയും ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചില്ലെങ്കിൽ, എൻ്റെ കുടുംബത്തെ ഇത്രയും ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ, എൻ്റെ കരിയറിനെ ഇത്ര ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ, എൻ്റെ തലമുറകളെ ഇത്ര ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ, എൻ്റെ ജീവിതത്തെ ഇത്ര ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന്. ഓ, മുട്ടാപ്പിടിയോടെ ഇരിക്കുന്നുണ്ടല്ലോ, കേൾക്ക്, നിന്നെ തേടി എൻ്റെ ദൈവം ഇറങ്ങി വരിക. ഓ ഇതാരാധന ശകാരതരെ ശാന്താർഗന. ആമേൻ. ഗിദയോന്റെ പേർ ചരിത്രത്തിൽ എഴുതി ചേർക്കുവാൻ തക്കവണ്ണം, ഗിദയോന്റെ പേർ, ഗിദയോന്റെ പേർ, ഗിദയോന്റെ പേർ ചരിത്രത്തിൽ എഴുതി ചേർക്കുവാൻ തക്കവണ്ണം ആവിയേശ്വനായ യോവാശിന്റെ കളത്തിൽ ഇറങ്ങി വന്ന ദൈവം. ഓ രാധാന ശക റദരെ ശാന്താർഗന ദീപൽ ബൗഡ ശാന്താർഗന. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഒറ്റയ്ക്കായി പോയി, ഞാൻ ഒറ്റയ്ക്കാണ്. ഈ രാത്രിയിലും അമേൻ സ്തോത്രം. ചിലർ വേദനപ്പെടുന്നുണ്ട്, ചിലർ ഭാരപ്പെടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ സ്തോത്രം, ഇതേ ഫീലിങ്സ് അമേൻ സ്തോത്രം ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിൽ, ഞങ്ങൾ ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങളെ ഒത്തിരി കരയിപ്പിച്ചിട്ടുള്ളതാണ്, ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്കൊപ്പം ആരുമില്ല, ഞങ്ങളെ മനസ്സിലാക്കുവാൻ ആരുമില്ല, ഞങ്ങളുടെ അവസ്ഥ തിരിച്ചറിയുവാൻ ആരുമില്ല. ആമേൻ സ്തോത്രം. പലരും അവർ കണ്ട് പരിചയിച്ച കണ്ണുകളിലൂടെ ഞങ്ങളെ കാണുവാനായി തുടങ്ങി. ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ സമയത്ത്, ജോലി വേണ്ട എന്ന് വെച്ച് ഇനി കർത്താവിന് മതിയെന്ന് പറഞ്ഞ് ഇറങ്ങിയ സമയത്ത്, അവർ ലോകത്തെ കണ്ട കണ്ണുകൊണ്ട് ഞങ്ങളെ നോക്കുവാനായി തുടങ്ങി. ആ കണ്ണുകളിലുള്ള നോട്ടം ഞങ്ങളെ അപമാനിക്കുവാനും നിന്ദിക്കുവാനും ആമേൻ എന്തിന് ഉപദ്രവിക്കുവാനും ഒഴിവാക്കുവാനും പോലും കാരണമായി മാറി. ആമേൻ. ഇവൻ ഇതുവരെ കൊള്ളാമായിരുന്നു, അവന് 29 വയസ്സ് വരെ കൊള്ളാമായിരുന്നു, അവന് ജോലി ഉണ്ടായിരുന്നു, അവന് കഴിവുണ്ടായിരുന്നു, വീട് വയ്ക്കുവാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു, എന്ത് ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു. ഇനി വേദപുസ്തകം എടുത്തിറങ്ങിയല്ലോ, ഇനി ഇവനെ ഒന്നിനും കൊള്ളത്തില്ല, അവസാനത്തേത് മൂറ്റിയെടുത്ത് ഓടിച്ചു കളയാമെന്ന് ഓടിച്ചവരുടെ മധ്യത്തിൽ ഒറ്റയ്ക്കായി തീർന്ന് അർദ്ധരാത്രികളിൽ കരഞ്ഞു നിലവിളിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ലായിരുന്നു, ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്തെ യാബോക്കാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഒഴിവാക്കപ്പെട്ടവരായി ലോകം കണ്ടപ്പോൾ, ഓടിക്കുവാൻ പറ്റിയെന്ന് ലോകം ചിരിച്ച് ഉറക്കത്തിൽ പോലും സന്തോഷിച്ചപ്പോൾ, കരഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ നിലവിളിക്ക് മറുപടി തരുവാൻ. ഞങ്ങൾ മല്ല് പിടിച്ചപ്പോൾ ഞങ്ങളുടെ കുറവുകളെ നോക്കാതെ, ഞങ്ങളുടെ ബലഹീനത നോക്കാതെ, ഞങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊപ്പം ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിൽ ഈ വൈകിയ വേളയിൽ ദൂത് കൈമാറട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. നീ ആയിരിക്കുന്ന ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്നും അവൻ ജീവിക്കുന്നുണ്ട്. ഓ രാധിയ ശക റദരെ ശാന്താർഗന. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നീ പറയുന്നത് ആർക്കും ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല, നിന്റെ ഇഷ്ടങ്ങൾ ആർക്കും ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. പ്രിയ സ്തോത്രം. ആമേൻ സ്തോത്രം. ആമേൻ ബ്രദർ സ്തോത്രം തൻ്റെ പാട്ടിനിടയ്ക്ക് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ആരുടെ പൈസ അല്ല ആവശ്യം, എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം. ആമേൻ. യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അവനിൽ നിന്ന് പ്രാപിച്ചവന്റെ ഇഷ്ടം അത് ലോകത്തിന് മനസ്സിലാകത്തില്ല. ലോകം വിചാരിക്കും വേറെ എന്തോ ആണ് ലക്ഷ്യം. അവനങ്ങനെ ഇറങ്ങിയെങ്കിൽ, അവനങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റെന്തോ ആണ് ലക്ഷ്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത്രമാത്രം മരണത്തിന് കൊതിച്ച രാത്രികളിലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ജീവനെത്തുന്ന ജീവനുള്ളവരുടെ മധ്യത്തിൽ ജീവനോടെ നിർത്തിയ, സാക്ഷ്യമുള്ളവരാക്കി നിർത്തിയ, കൊള്ളാകുന്നവരാക്കി നിർത്തിയ, ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന വാശിയിൽ ഒറ്റയ്ക്കായി പോയിടത്തു നിന്ന് തകർന്നു പോകാതെ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ ഒപ്പം നിന്ന ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് മധ്യത്തിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി സന്തോഷിച്ച് ദൂതാവർത്തിക്കട്ടെ. സ്തോത്രം. ഈ രാത്രി, ഈ വൈകിയ വേള നീ യാബോക്കിന്റെ കടൽ കരയിൽ ആയിരിക്കുന്നു, നീ യാബോക്കിന്റെ കടവിങ്കലായിരിക്കുന്നു. യാബോക്കിന്റെ ഇന്നലത്തെ എക്സ്പീരിയൻസ് നീ നോക്കണ്ട, യാബോക്കിന്റെ ഇന്നലത്തെ ചരിത്രം നീ നോക്കണ്ട. പുതിയൊരു ഹിസ്റ്ററി ഇവിടെ ഈ വൈകിയ വേളയിൽ ആരംഭിക്കുക. നീ യാക്കോബാണെങ്കിൽ, നീ യാക്കോബ്
യാക്കോബാണെങ്കിൽ, നീ യാക്കോബാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ യാബോക്കിന്റെ പേര് മാറുവാൻ പോകുക. നിന്റെ ജീവിതത്തിലെ യാബോക്കിന്റെ അവൻ ചരിത്രം മാറുവാൻ പോകുക. ഇന്നലകളിൽ കണ്ട യാബോക്കല്ല, ഇന്നലകളിൽ അറിഞ്ഞ യാബോക്കല്ല, വെറും ഒരു കടവിൽ നിന്ന്, വെറും ഒരു വഴിയിൽ നിന്ന്, യേശുവിൻ നാമത്തിൽ വെറും ഒരു വഴിയിൽ നിന്ന്, വെറും ഒരു വഴിയിൽ നിന്ന്, വെറും ഒരു വഴിയിൽ നിന്ന് ദേശത്തിലെ സാക്ഷ്യമായി ദൂത് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നീ ഏത് സ്ഥാനത്തായിരുന്നാലും നിനക്ക് ചുറ്റും ഒരു യാബോക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. ഈ രാത്രി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു യാബോക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. ആ റൂമിനകത്തൊരു യാബോക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. ആ വീട്ടിനകത്തൊരു യാബോക്ക് ഒരുക്കപ്പെടുന്നുണ്ട്. ഓ റീദാരാധന ഷഗ റദരേഷന്ധാരകന പാസ്റ്റല്ല. ആമേൻ ഹല്ലേലൂയ. യാബോക്കിൽ ഇന്നലകളിൽ എന്ത് നടന്നു എന്നല്ല, മുന്തിരി ചക്കിന്റെ കീഴ് ഇന്നലകളിൽ എന്ത് നടന്നു എന്നല്ല, ഇന്ന് ഗിദെയോന്, ഇന്ന് യാക്കോബേ നീ ഇരിക്കുന്നത് കൊണ്ട് അവൻ ആ ചരിത്രം മാറുക. ആ ചരിത്രം ഓ റീദാരാധന ഷഗ റദരേഷന്ധാരകന യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി, തിരിച്ചറിയുന്നവർക്കായി, തിരിച്ചറിയുന്നവർക്കായി ഈ രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ഒരുപക്ഷേ ആമേൻ സ്തോത്രം. ഗിദെയോൻ ആമേൻ ഈ ദൂതിലേക്ക് വന്നതുകൊണ്ട് ഗിദെയോനെ കുറിച്ച് ചിന്തിച്ചാൽ, ഗിദെയോൻ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ദൂതനെ അയച്ച് ഗോതമ്പ് പൊടിച്ച് മാവ് കയ്യിൽ കൊടുത്തു കാണും. ആമേൻ സ്തോത്രം. ഒരിക്കലുമല്ല ആമേൻ, പിന്നൊരിക്കലും ഗോതമ്പ് മുന്തിരി ചക്ക് തേടി പോകാത്ത വിധത്തിൽ അവന്റെ വയലിൽ നിന്ന് കൊയ്യുന്നത് അവന്റെ കളത്തിൽ, അവന്റെ ഗോതമ്പ് ചക്കിൽ മൂട്ടിൽ ചവിട്ടുവാൻ തക്കവണ്ണം, മെതിക്കുവാൻ തക്കവണ്ണം അവനെ ദൈവം പരാക്രമശാലിയാക്കി മാറ്റി. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ ഇന്നായിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇൻസ്റ്റന്റായി എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി ഇൻസ്റ്റന്റായ ചിലതല്ല, ഇൻസ്റ്റന്റായ ചിലതല്ല, അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന എന്തിനെങ്കിലും വേണ്ടി അല്ല നീ ഇതുവരെ കരഞ്ഞത്. കേൾക്ക്, അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന എന്തിനെങ്കിലും വേണ്ടിയല്ല നിന്റെ ജീവിതം മുഴുവൻ നീ കരഞ്ഞു തീർത്തത്. നീ നിലവിളിയോടെ ആയിരുന്നത് പെട്ടെന്ന് കിട്ടുന്ന എന്തിനെങ്കിലും വേണ്ടിയല്ല. നീ ഒരു പരാക്രമശാലിയായി മാറുവാൻ, നിന്റെ ജീവിതം മാറുവാൻ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഈ യാബോക്കിൽ നിന്ന് ചില യാക്കോബുമാർ ഓ റീദാരാധന ഷഖാറദരെ ഷന്ധാരകന പിന്നാലെ വരുന്ന, മുന്നാലെ പോകുന്ന ചിലരെ ആമേൻ ഹല്ലേലൂയ ഭയപ്പെടുത്തുവാൻ, ചിലർ കണ്ട് ഭയപ്പെടുവാൻ തക്കമാണ് ചില സ്തോത്രം യാക്കോബുമാർ എഴുന്നേൽക്കുക. ഈ വൈകവേളയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട യാബോക്ക്, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട യാബോക്ക്, നീ മാറ്റിവിട്ടത്, നീ മാറ്റിവിട്ടത്, മാറ്റിവെച്ചത് മറന്നു കളഞ്ഞ് ഈ വൈകവേളയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മല്ലുപിടിക്ക്. നിന്നോട് തോറ്റു തരുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ ചരിത്രം മാറ്റുവാൻ, യേശുവിൻ നാമത്തിൽ നിന്റെ ചരിത്രം മാറ്റുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ പേര് മാറ്റുവാൻ യേശുവേ ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കാതെ പോകരുത്. നിലവിളിക്ക് യേശുവേ. ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കാതെ പോകരുത് യേശുവേ. യേശുവേ, ഈ യാബോക്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്. യേശുവേ, എനിക്കൊപ്പം നിൽക്കുവാൻ ഈ യാബോക്കിൽ ആരുമില്ല. യേശുവേ, ഈ യാബോക്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരില്ല. യേശുവേ, ഈ യാബോക്കിൽ എനിക്കൊപ്പം ആരുമില്ലപ്പാ. ഈ അവസ്ഥയിൽ എനിക്കൊപ്പം ആരുമില്ല കർത്താവേ. ഈ നിന്ന സഹിക്കുന്ന ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. ഈ വേദന സഹിച്ച് ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. ഭയപ്പെട്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. യേശുവേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഇന്നിവിടെ നിന്ന് അയക്കരുത്. യേശുവേ, യേശുവേ, നീ എന്നെ അനുഗ്രഹിക്കാതെ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഈ രാത്രിയിൽ നിലവിളിച്ചേ. യേശുവേ, യേശുവേ, നീ എന്നെ അനുഗ്രഹിക്കാതെ, നീ എന്നെ അനുഗ്രഹിക്കാതെ വിടരുത്. യേശുവേ, നീ എന്നെ അനുഗ്രഹിക്കാതെ വിടരുത്. യേശുവേ, ഈ രാത്രി എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ,
പരാക്രമശാലി എന്ന പേരുള്ളവനായി യേശുവേ ഇനി ആ നിന്ന വേണ്ടപ്പാ. യേശുവേ കടക്കാരി എന്ന പേര് വേണ്ടപ്പാ. യേശുവേ കടക്കാരൻ എന്ന പേര് വേണ്ടപ്പാ. യേശുവേ ഒന്നിനും ഗതിയില്ലാത്തവളെന്ന പേര് വേണ്ടപ്പാ. യേശുവേ ഒന്നിനും കൊള്ളാത്തവളെന്ന പേര് വേണ്ടപ്പാ. യേശുവേ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള ഒരു പേര് വേണ്ടപ്പാ. ഈ രാത്രി നിലവിളിക്ക്, നിന്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, കരങ്ങളെ തട്ടി ആദരങ്ങളെ തുറന്ന് ആ നല്ല കർത്താവിനോട് നിലവിളിച്ചാട്ടെ. യാബോക്കിന്റെ കടവ് നിന്നെ കേൾക്കുവാൻ, ആമേൻ, യാബോക്കിന്റെ കടവ് യാക്കോബിനെ കേൾക്കുവാൻ ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, മക്കളില്ല, ഭാര്യമാരില്ല. കേൾക്കുവാനുള്ളത് ഒരേ ഒരു സർവശക്തനായ ദൈവം മാത്രം. അതേ ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ രാത്രി നിങ്ങളെ കേൾക്കുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരില്ല. ഈ രാത്രി നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ ഉറ്റവരില്ല. ഈ രാത്രി നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കേറെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമില്ല. ഈ രാത്രി നിന്റെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ യേശുപ്പൻ മാത്രമുണ്ട്. എൻ്റെ യേശുപ്പൻ നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അടങ്ങിയിരിക്കരുത്, ഉച്ചത്തിൽ നിലവിളിക്ക്. യേശുവേ, അർദ്ധരാത്രികളിൽ തകർന്നു പോകാതെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശുവേ, അർദ്ധരാത്രികളിൽ നശിച്ചു പോകാതെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശുവേ, യേശുവേ, ഇന്ന് ഈ യാബോക്കിൽ അങ്ങ് ഇറങ്ങി വരണമേ. ഇതിനകത്തു നിന്ന് യാക്കോബുമാർ, ഇവിടെ നിന്ന് യാക്കോബുമാർ, 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 യാക്കോബുമാർ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യാക്കോബുമാർ എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി, യാക്കോബുമാർ എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി, യാക്കോബുമാർ എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തോത്രം. കരങ്ങളെ തട്ടി സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. നിന്നെ ശക്തനാക്കിയവനെ, നിന്നെ ബലപ്പെടുത്തിയവനെ, നിന്നോട് കൂടിയിരിക്കുന്നവനെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഈ നല്ല രാത്രിക്കായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് തന്റെ ജനത്തെ അങ്ങ് നിറച്ചിരിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ചില യാബോക്കിന്റെ അനുഭവങ്ങളെ കർത്താവ് മാറ്റുക. നിന്നെ ഭയപ്പെടുത്തുന്ന ചില യാബോക്കിന്റെ അനുഭവങ്ങളെ സഹോദരി, നിന്നെ ഭയപ്പെടുത്തുന്ന പലർക്കും കൊള്ളാത്തവളാക്കി നിന്നെ മാറ്റിയ യാബോക്കിന്റെ അനുഭവത്തെ ഇന്ന് എന്റെ കർത്താവ് മാറ്റുക. ഓ റീതാരാധാന ഷക യേശുവിൻ നാമത്തിൽ കൊള്ളാത്തവളാക്കിയ, കൊള്ളാത്തവളായി മാറുവാനിടയായ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. യേശുവേ എന്ന നിലവിളിയോടെ ആമേൻ. എല്ലാ തരങ്ങളിൽ നിന്നും, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് യേശുവേ എന്നൊരു നിലവിളിയുടെ ശബ്ദം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ യേശുവേ, 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 എന്നെ അനുഗ്രഹിച്ചല്ലാതെ യേശുപ്പാ ഈ രാത്രി ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ അധരങ്ങൾ അടയ്ക്കരുത്, ശബ്ദം കുറഞ്ഞു പോകരുത്. നിങ്ങളായിരിക്കുന്ന ഒറ്റപ്പെടൽ സത്യമാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ന സത്യമാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന വേദന സത്യമാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന അപമാനം സത്യമാണെങ്കിൽ, ഈ രാത്രിയിൽ നിലവിളിക്ക്. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. Thank you Lord, thank you Jesus, thank you Holy Spirit. Amen. Hallelujah. അപ്പാ, ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് യാക്കോബമാർ പുറത്തു പോകട്ടെ. യാബോക്കിന്റെ ചരിത്രം മാറിയതുപോലെ ഈ രാത്രി ഈ പട്ടണ മധ്യത്തിൽ
ഈ ബിൽഡിങ്ങിന്റെ താഴത്തെ നിലയുടെ ചരിത്രം മാറട്ടെ. ഈ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളുടെ ചരിത്രം മാറട്ടെ. ഓ ധാരാധാര ചരിത്രം മാറട്ടെ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരായിരിക്കുന്ന സ്ഥാനത്ത് മല്ലുപിടിയിൽ തോറ്റുകൊടുക്കുവാനായി യാക്കോബിന്റെ അടുക്കൽ ഇറങ്ങി വന്ന കർത്താവേ, ഇവർ ജയിക്കേണ്ടതിനായി അപ്പാ, ഇവരുടെ അവസ്ഥ മാറേണ്ടതിനായി അങ്ങിറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ പേര് മാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവർ ആൾ മാറിയവരെ പോലെ ആയ കൃപയ്ക്ക് താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇവരിലെ രോഗികളെ അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ അടിയൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവരിലെ കടക്കാര് ആ കടത്തിന്റെ ബന്ധനത്തെ അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവരിലെ തളർന്നവരെ കരം പിടിച്ചുയർത്തുന്ന അങ്ങയുടെ ശക്തി കൊണ്ട് അടിയൻ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവരുടെ നിന്ദിതരെ മഹത്വത്തിന്റെ പുതപ്പണിയിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവരിലെ വീണുപോയവരെ, ശക്തി ക്ഷയിച്ചവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഈ സമയം അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതുപോലെയല്ല, അസാന്നിധ്യത്തോടെ ഇവർ മടങ്ങുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.